ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഗോവയിലൊക്കെ അടിച്ച് പൊളിച്ചതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും നെക്സ്റ്റ് പോകുന്നത് ലക്നൗവിലേക്കാണ്. ഗോവയിൽ നിന്ന് ഏകദേശം 1950 കിലോമീറ്ററാണ്, അതായത് ഒരു ദിവസവും 9 മണിക്കൂറും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാം. ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഗോവയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നേരെ ലക്നൗവിലേക്കാണ്. ലക്നൗവിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഗോവയിൽ നമ്മൾ 2 ദിവസം അടിച്ചു പൊളിച്ചു, അതൊരിക്കലും മറക്കാനാവില്ല. ഗോവ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. നമ്മൾ വന്നത് നോർത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് കയറുകയാണ്. മഹാരാഷ്ട്രയിലേക്ക് കയറുകയാണ് നമ്മൾ. മഹാരാഷ്ട്രയിലും കൂടുതലായിട്ടും കൃഷികളാണ് റോഡ് സൈഡിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറേ സ്ഥലങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ തരിശ് ഭൂമിയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും കുറേ കാറ്റാടി യന്ത്രങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റോഡ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡ്. പിന്നെ കുറേ ദൂരം പിന്നിട്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ടൊന്ന് വണ്ടി നിർത്തി. കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരുപാട് ശർക്കരകൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ശർക്കരകളാണ്. അങ്ങനെ നമ്മൾ മേടിച്ചു കേട്ടോ. പെർ kg 80 റുപ്പീസാണ് വരുന്നത്. അതിനുശേഷം വീണ്ടും നമ്മുടെ യാത്രകൾ ആരംഭിക്കുകയായി. നമ്മൾ സത്യത്തിൽ വണ്ടിയിൽ പോകാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലങ്ങളൊക്കെ സ്റ്റേ ചെയ്ത് പോകാമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചതെങ്കിൽ കാറിൽ തന്നെ പോകാം, അതാകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലവും കണ്ട് പോകാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നൊരു കൂട്ടത്തിലാണ് യാത്രകൾ. അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കേട്ടോ. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. കാരണം ഒരു ദിവസവും 9 മണിക്കൂറുമാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 700-800 കിലോമീറ്ററോളം നമ്മൾ ഫസ്റ്റ് ഡേ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ആൾ ടയേർഡ് ആവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഫസ്റ്റ് ഡേ അത്രയും കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഡേയിൽ നമ്മൾ അവിടെ ലക്നൗവിൽ എത്തിച്ചേരുള്ളൂ. അതുകൊണ്ട് ഏട്ടനും പരമാവധി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ എവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയാണോ നൈറ്റിലെത്തുന്നത് അവിടെ ലോഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ റൂം എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഒരു ലോഡ്ജിൽ റൂം എടുത്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അന്ന് ഏകദേശം നമ്മൾ 800 കിലോമീറ്ററോളം കവർ ചെയ്തു. ഇത് പിറ്റേ ദിവസമാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റു. ഫ്രഷ് ആയതിനു ശേഷം ഒരു 4:45 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മെയിനായിട്ട് രാവിലെ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ല ആ ടൈമിൽ. അപ്പോൾ നമുക്ക് കുറേ കൂടി നമുക്ക് കിലോമീറ്റർ ഉണ്ട് ലക്നൗവിൽ എത്താൻ വേണ്ടി. നമ്മൾ 1100 സംതിങ് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത്. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. പഞ്ചാബി ധാബ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയെടുത്തത് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റി നോർത്തേൺ ഡിഷസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. തലേന്നത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ഇത്രയും ദിവസം ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടോ. പനീർ ബട്ടർ മസാലയും തന്തൂരി റൊട്ടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം വെളുപ്പിന് 1:30 ആയപ്പോഴാണ് നമ്മൾ ലക്നൗവിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലക്നൗവിലെ വിശേഷങ്ങൾ.
താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.